സുഹൃത്തുക്കളെ, ഏവർക്കും വിൽസൺ കരിമന്നൂർ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ വിൽസൺ കരിമന്നൂർ. ഇന്ന് ഇവിടെ നടത്തുന്ന പ്രഭാഷണം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന രോഗത്തെ പറ്റിയുള്ളതാണ്. ആ വിഷയം അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ കൃഷ്ണശ്രീ KS ആണ്. കൃഷ്ണശ്രീ KS വളരെ ലളിതമായ ഭാഷയിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നു. ഏതൊരു സാധാരണക്കാർക്കും സ്ട്രോക്ക് എന്താണെന്ന് വളരെ വ്യക്തമാകുന്ന രീതിയിലാണ് ഈ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ അവസാനം ശ്രവിക്കണമേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണമേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ബെൽ ബട്ടൺ അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ലിങ്ക് ഫോർവേഡ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്നാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. അപ്പം പക്ഷാഘാതം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ആഘാതം സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പം മസ്തിഷ്കത്തിന് ആഘാതം സംഭവിക്കുക അതുകൊണ്ട്, അതായത് ബ്രെയിൻ അറ്റാക്ക്, നമ്മുടെ ഹാർട്ടിന് അറ്റാക്ക് വരുന്നത് പോലെ തന്നെയാണ് ബ്രെയിനിന് അറ്റാക്ക് വരുന്നത്. അതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിന്, തലച്ചോറിലേക്ക് രക്തപ്രവാഹം കണ്ടിന്യൂസ്ലി നടക്കുന്ന ഒരു ഓർഗനാണ് തലച്ചോറ്. അപ്പൊ ആ തലച്ചോറിലേക്ക് രക്തപ്രവാഹം പെട്ടെന്ന് നിന്നു പോകുന്ന അവസ്ഥയാണ്. അങ്ങനെ പെട്ടെന്ന് നിന്നു പോകാനുള്ള കാരണങ്ങളാണ് നോക്കുന്നത്. അപ്പൊ തലച്ചോറിലേക്ക് പെട്ടെന്ന് രക്തപ്രവാഹം നിന്നു പോവുകയും അതുവഴി ഈ കോശങ്ങൾക്ക്, ബ്രെയിനിന്റെ കോശങ്ങൾക്ക് വേണ്ടുന്ന ഓക്സിജനും അതിന്റെ ന്യൂട്രിയൻസും കിട്ടാതെ വരികയും അങ്ങനെ ഓക്സിജനൊന്നും കിട്ടാതെ ആ ഏരിയ ഡാമേജ് വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം. അങ്ങനെ ബ്രെയിനിനൊരു ഡാമേജ് വരുമ്പോൾ ഏത് ഏരിയയിലാണോ ഡാമേജ് വന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാമേജസ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ വരുന്നത്. അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. അപ്പം സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് തരമാണ്. അത് ഇഷ്കീമിക് സ്ട്രോക്ക്, ഹെമറാജിക് സ്ട്രോക്ക്. അപ്പൊ നിങ്ങൾ ഈ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇതാണ്. നമ്മൾ സഡൻ ഓൺസെറ്റ് എന്നാണ് പറയുന്നത്. ഒരാള് വെറുതെ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാകാം, അല്ലെങ്കിൽ പുറത്താകാം, അല്ലെങ്കിൽ ഓഫീസിലാകാം. പെട്ടെന്ന് സംഭവിക്കുന്ന ചേഞ്ചസ് ആണ് ആ സ്ട്രോക്ക് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ശരിക്കും നമ്മള് ഒരു കോഡ് ആണ് ഇതിനെ ആലോചിച്ച് വെക്കാൻ. അതായത് ബി ഫാസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ബി ഫാസ്റ്റ്, BEFAST. നമ്മൾ ഒരാളെ കാണുന്നു, അവർക്ക് പെട്ടെന്ന് ലക്ഷണങ്ങൾ വരുന്നു. ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബാലൻസ് നഷ്ടപ്പെടുക. ഇനി ഇ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാഴ്ച മങ്ങുക, അല്ലെങ്കിൽ കാഴ്ച രണ്ടായിട്ട് കാണുക. ഇനി എഫ് എന്ന് പറയുമ്പോൾ ഫേസ്, അതായത് പെട്ടെന്ന് മുഖം ഒരു ഭാഗത്തേക്ക് കോടിപ്പോവുക. ഇനി എ എന്ന് പറയുമ്പോൾ ആം, അതായത് നമ്മുടെ കൈയും കാലും പെട്ടെന്ന് തളർന്നു പോവുക. എസ് എന്ന് പറയുമ്പോൾ സ്പീച്ച്, പെട്ടെന്ന് ശബ്ദം കൊഴിഞ്ഞു പോവുക. അപ്പം ബാലൻസ്, ബാലൻസ് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഈ കണ്ണിന് കാഴ്ച മങ്ങുക, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക. ഫേസ് ഒരു ഭാഗത്തേക്ക് കൂടിപ്പോവുക. മുഖം ആം, എ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയും കാലും ഒരു ഭാഗം പെട്ടെന്ന് തളർന്നു പോവുക. സ്പീച്ചിന്, സംസാരത്തിന് കുഴച്ചിൽ സംഭവിക്കുക, അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാതെ വരിക. ഇത്രയും ലക്ഷണങ്ങൾ വന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടി ആണ്. ടി എന്ന് പറയുമ്പോൾ ടൈം. നമ്മൾ ഏറ്റവും ഈ കോഡ് ഓർക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടൈമാണ്. അതായത് വിത്തിൻ 4.5 hours പേഷ്യന്റിനെ വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിന് ആ ഡെഫിസിറ്റ്സ്, ആ ഒരു ഡാമേജ് ഉണ്ടാകുന്നത് ഒത്തിരി തടയാൻ പറ്റും. കാരണം നമ്മൾ ഒരു സെക്കൻഡിൽ തന്നെ, സ്ട്രോക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ തന്നെ 1,00,000 ന്യൂറോൺസ് ആണ് മരിച്ചു പോകുന്നത്, അത് ഡാമേജ് വരുന്നത്. അപ്പം ഓരോ സെക്കൻഡും അതിന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓരോ സെക്കൻഡ് കഴിയുന്നോറും ആ ഡാമേജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ടൈം പീരീഡ് പറയുന്നത്. അപ്പൊ 4.5 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ട് 4.5 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഹോസ്പിറ്റലാണ്, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് കോർപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് വിത്ത് ന്യൂറോളജിസ്റ്റ്, ന്യൂറോ സർജൻ, ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്, പിന്നെ MRI ഫെസിലിറ്റീസ്, ഇത്രയുമുള്ള ഹോസ്പിറ്റലിൽ തന്നെ
കൊണ്ടുപോകേണ്ടതാണ് അങ്ങനെയുള്ള ലക്ഷണം വന്ന. കാരണം ഈ ടൈം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട്. അപ്പം നമ്മൾ പ്രോപ്പർ മാനേജ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഏത് ഏജിലും വരാവുന്ന ഒന്നാണ്. ഇപ്പോ ചെറിയ ആൾക്കാർക്ക് വരെ, ചെറിയ കുട്ടികൾക്ക് വരെ സ്ട്രോക്ക് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് സ്ട്രോക്ക് വരുന്നത് എബവ് ഒരു 50 ഇയേഴ്സിന് മുകളിലുള്ളവർക്കാണ്. പിന്നെ ഫീമെയിൽസും മെയിൽസിന്റെയും റേഷ്യോ നോക്കുവാണെങ്കിൽ മെയിൽസിനാണ് കൂടുതൽ സ്ട്രോക്കിന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഫീമെയിൽസിലും ഒരുപാട് കാണുന്നുണ്ട്. ഇനി നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് നോക്കി എന്താണ് കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്, നോൺ മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നിയന്ത്രിക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സും നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. അതായത് നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് ഫസ്റ്റ് നോക്കാം. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാല് നമ്മുടെ BP, അതായത് BP എപ്പോഴും ഒരു കൺട്രോളിൽ തന്നെ കീപ്പ് ചെയ്യണം. 140-90 ഉള്ളിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ശരീരത്തിലെ BP. പിന്നെ കുറച്ചും കൂടെ യങ് ഏജ് ആണെങ്കിൽ 120 അല്ലെങ്കിൽ 130/80 അങ്ങനെ ആയിരിക്കും. പക്ഷെ കുറച്ച് ഏജ് 60 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ 140/80 അതിൽ കൂടാൻ പാടില്ല. ഇനി ഷുഗർ, ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഷുഗർ പ്രോപ്പർലി കൺട്രോൾ ചെയ്യണം. ഷുഗർ കൂടുമ്പോഴും നമ്മുടെ രക്തക്കുഴലുകളിൽ ചേഞ്ച് വരും. രക്തക്കുഴലുകൾ ചുരുങ്ങുകയും അതിൽ കൊളസ്ട്രോള്, ഫാറ്റ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയും അങ്ങനെ ക്ലോട്ട് ഫോം ചെയ്യുകയും അങ്ങനെ ബ്ലോക്ക് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഷുഗർ പ്രോപ്പർലി കൺട്രോൾഡ് ആയിരിക്കണം. അതായത് HbA1c ഒരു 6 താഴെ കീപ്പ് ചെയ്യുക. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, പോസ്റ്റ് പ്രാൻഡിയലൊക്കെ അതിൻ്റെതായ ലെവലില് <100 <140 അങ്ങനെ കീപ്പ് ചെയ്യാം. ഇനി കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ ഒരു <220 ആ ലെവലിൽ കീപ്പ് ചെയ്യാം. പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് അതെല്ലാം അതിന്റെ നോർമൽ ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാം. പിന്നെ ബാക്കി ഹാർട്ടിന്റെ അസുഖമുള്ളവർ അത് അതിൻ്റെതായ മാനേജ്മെന്റ് തന്നെ എടുക്കുക. പിന്നെ നമ്മള് ഒബീസിറ്റി, അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. അത് നമ്മളെ വെയിറ്റും ഹൈറ്റും വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ആ ബോഡി മാസ് ഇൻഡെക്സിന് ഒരു വാല്യൂ ഉണ്ട്. മോർ ദാൻ 25 ഒക്കെ ആകുമ്പോൾ നല്ല റിസ്ക് ആണ് ഈ സ്ട്രോക്കിന് വരാനായിട്ട്. പിന്നെ നമുക്കുള്ളത് പിന്നെ ഈ കുറച്ച് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവും. കുറെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ കുറെയൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. പിന്നെ കുറച്ച് അഡിക്ഷൻസ്, അതായത് സ്മോക്കിംഗ് നന്നായിട്ട് ഈ നിക്കോട്ടിന്റെ ലെവല് ബ്ലഡിൽ കൂടുമ്പോൾ അത് രക്തക്കുഴലില് ക്ലോട്ട് ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. അതായത് ക്ലോട്ട് ഫോം ചെയ്യുകയും അതിൽ ഈ ക്ലോട്ട് വന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ഡ്രഗ് അബ്യൂസ് ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്നതാണ്. MDMA അതിന്റെയൊക്കെ യൂസ് കാരണം കൊച്ചു കുട്ടികൾക്ക് തന്നെ, അതായത് ചെറിയ കുട്ടികൾക്ക് തന്നെ ഈ രക്തക്കുഴലിൽ ക്ലോട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം അത് പെട്ടെന്ന് ബ്ലോക്ക് വരികയും സ്ട്രോക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഡ്രഗ് അബ്യൂസ് ഉണ്ടെങ്കിൽ നിർത്തണം. പിന്നെ ആൽക്കഹോള് ഓൾറെഡി നമ്മൾ പറയുന്നതാണ്. ആൽക്കഹോള് അത് ഒരു മോഡറേറ്റ് ലെവലിന് മുകളിലാകുമ്പോഴത്തേക്കും റിസ്ക് ആണ്. ഏറ്റവും കൂടുതൽ സ്മോക്കിംഗ് ആണ്. പിന്നെ ഹോർമോൺ പിൽസ് കഴിക്കുമ്പോഴും ക്ലോട്ടിംഗ് ടെൻഡൻസി നന്നായി കൂടുന്നുണ്ട്. പിന്നെ പ്രഗ്നൻസി ആ ഒരു പീരിയഡിൽ അല്ലെങ്കിൽ പിന്നെ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക്, വളരെ കോംപ്ലിക്കേറ്റഡ് മൈഗ്രെയിൻ ഉള്ളവർക്ക് റിസ്ക് ആണ്. അപ്പൊ നമ്മൾ മൈഗ്രെയിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ കാര്യം നോക്കണം. പിന്നെ സ്ലീപ്പ് ആപ്നിയ ഒരു ഇമ്പോർട്ടന്റ് കോസ് ആണ്. കുറച്ച് കൂടുതൽ കേസ് കാണുന്നുണ്ട്. സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂർക്കം വലി കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ്. അതായത് നമ്മൾ കിടക്കുമ്പോൾ കൂർക്കം വലിക്കുന്ന ഒരു പ്രോബ്ലം അല്ല, പക്ഷെ കൂർക്കം വലി കാരണം ഓക്സിജന്റെയും കാർബൺ ഡൈഓക്സൈഡിന്റെ ലെവല് ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോ ഈ പിന്നെ ശ്വാസം മുട്ടിയിട്ട് അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ അവർ എണീക്കും. ആക്ച്വലി ആ ആള് കൂർക്കം വലിക്കുന്ന ആൾക്ക് അത് മനസ്സിലാവില്ല. കൂടെ കിടക്കുന്ന വൈഫോ അല്ലെങ്കിൽ അങ്ങനെ കൂടെ കിടക്കുന്ന പാർട്ട്ണർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പുള്ളിക്ക് ശ്വാസം മുട്ടിന്റെ പ്രശ്നമുണ്ടെന്ന്. കാരണം പുള്ളി ശ്വാസം മുട്ടി എണീക്കും. അതിന് ആപ്നിക് സ്പെൽസ് എന്ന് പറഞ്ഞാൽ ശ്വാസം കിട്ടത്തില്ല. അപ്പം ആ ആപ്നിക് സ്പെൽസ് വരുന്നുണ്ടെങ്കിൽ അകത്ത് ഓക്സിജന്റെ ലെവൽ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് സ്ട്രോക്കിന്റെ റിസ്ക്കും ഹാർട്ടിന്റെ പ്രോബ്ലംസിന്റെ റിസ്ക്കും ഹൈ ആണ്. പിന്നെ വേറെ ഈ നമ്മുടെ രക്തക്കുഴലുകളിൽ ക്ലോട്ട് നിറയുന്നത്, അതായത് കൊളസ്ട്രോൾ കൂടി ഫാറ്റ് കൂടി നമ്മുടെ നെക്കിന്റെ രക്തക്കുഴലാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കഴുത്തിന്റെ രക്തക്കുഴൽ ഇമ്പോർട്ടന്റ് ആണ്, അവിടെ ക്ലോട്ട് വന്ന് നിറയുന്നത്. ഇതൊക്കെ നമുക്ക് ഏകദേശം നേരത്തെ തന്നെ നോക്കി കണ്ടുപിടിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നിയന്ത്രിക്കാൻ പറ്റാത്ത കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാല് ഏജ്
നമ്മുടെ പ്രായം കൂടുന്തോറും സ്ട്രോക്കിന്റെ റിസ്ക് ഉണ്ട്. പ്രായത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. മറ്റേത് ഇനി അടുത്ത ജെൻഡർ ഞാൻ പറഞ്ഞു, മെയിൽസിലാണ് കൂടുതൽ റിസ്ക് ഉള്ളത്. പിന്നെ ഫാമിലി ഹിസ്റ്ററി, അതായത് ഫാമിലിയിൽ ഒന്നോ രണ്ടോ പേരിൽ കൂടുതൽ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം. പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിയന്ത്രിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. പിന്നെ കൊയാഗുലേഷൻ ഡിസോർഡർ, അതായത് നമ്മുടെ ഈ ക്ലോട്ടിങ്ങിന്റെ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ബി ഫാസ്റ്റ്, ആ ഒരു സിംറ്റം നമ്മളിപ്പോ ഒരു പുറത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണ്, നമുക്കറിയാവുന്ന ഒരാള് ഈ ഒരു സിംറ്റം ആയിട്ട് വരും. അതായത് പെട്ടെന്നായിരിക്കും അവരെ നമ്മൾ കാണുന്ന ഈ ബാലൻസ് പെട്ടെന്ന് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുക, അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക, ഫേസ് പെട്ടെന്ന് കൂടിപ്പോവുക, അല്ലെങ്കിൽ കൈകാല് പൊക്കാൻ ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ സ്പീച്ചിന്റെ പ്രോബ്ലം വരിക, അല്ലെങ്കിൽ സംസാരത്തിന് കുഴച്ചിൽ വരിക, അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാതെ വരിക. അങ്ങനെ വരുമ്പോ ആണ് നമ്മൾ പെട്ടെന്ന് പ്രവർത്തിക്കേണ്ടത്. അതായത് ടൈം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുക, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അടുത്ത് ഏത് ഹോസ്പിറ്റലാണ് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളത്. ന്യൂറോളജിസ്റ്റ്, ന്യൂറോ സർജൻ, ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ്, അതായത് സ്റ്റെന്റ് ഇട്ടിട്ട് ബ്രെയിനിന്റെ അകത്തുള്ള രക്തക്കുഴലിൽ സ്റ്റെന്റ് ഇട്ടിട്ട് ആ ക്ലോട്ട് വലിച്ചെടുക്കുന്ന പിന്നെ ഡോക്ടേഴ്സ് ആണ് ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ്. ന്യൂറോളജിസ്റ്റും പല ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. ഈ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. സോ ഇപ്പം നമ്മളിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്തു പേഷ്യന്റിനെ പിന്നെ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ഡോക്ടേഴ്സ് അവരുടെ ഹിസ്റ്ററി എടുക്കും. ഇത് എങ്ങനെ നേരത്തെ വന്നിട്ടുണ്ടോ, ഇപ്പൊ വന്നിട്ടുണ്ടോ, അതിനൊരു 2 minutes ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. പിന്നെ അതിനൊരു സ്കോറിംഗ് ഉണ്ട്. എന്തൊക്കെയാണ് വീക്ക്നെസ്, അതായത് കൈകാൽ വീക്ക്നെസ്, കാഴ്ചക്കുറവ്, സംസാരത്തിന്റെ ബുദ്ധിമുട്ട്, മുഖത്തിന് കോട്ടൽ, ഇതൊക്കെ ഓരോ സ്കോറാണ്. ആ സ്കോർ ചെയ്യും ആ കാണുന്ന ഡോക്ടർ. ഫസ്റ്റ് അത് സ്കോർ ചെയ്യും. എന്നിട്ട് നമ്മൾ നേരത്തെ സർജറി വല്ലതും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ പാർട്ടാണ്. അതിന് ഒരു 1 minute 2 minute എടുക്കാവും. അതായത് ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ, ഓക്സിജൻ ലെവല്, ഇവിടുത്തെ രക്തക്കുഴലിന്റെ സ്ഥിതി, പിന്നെ അങ്ങനെയുള്ള ഹാർട്ടിന്റെ എക്സാമിനേഷൻ, മർമർ നോക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ, എന്താണ് പ്രോബ്ലം, കൈക്ക് കാലിന് ഡെഫിസിറ്റ് ആണ്, അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഏത് ഭാഗത്താണ് ഒരു സ്ട്രോക്ക് വന്നത് എന്ന് തിരിച്ചറിയും. അപ്പം എന്നിട്ട് നമ്മൾ സ്ട്രോക്ക് കോഡ് അനൗൺസ് ചെയ്യും. നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഇതാണ് സ്ട്രോക്ക് കോഡ് എന്ന് അനൗൺസ് ചെയ്യും പേഷ്യനെ കണ്ട ഉടനെ. അപ്പൊ ആ സമയത്ത് എല്ലാവരും വരും. ഇപ്പം മറ്റേ ഏത് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കിംസില് ഉണ്ട്. ഞാൻ അന്വേഷിച്ച് 1-2 ഹോസ്പിറ്റലിൽ കേട്ടിട്ടുണ്ട് ഇത് ഉണ്ടെന്ന്. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സ്ട്രോക്ക് കോഡ് എന്ന് അനൗൺസ് ചെയ്യും. അപ്പൊ ഉടനെ ഇതിന് കൺസേൺഡ് ആയിട്ടുള്ള എല്ലാവരും വരും. ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിന്റെ ഓൺ കോൾ ആയിട്ടുള്ള ആള് വരും. പിന്നെ ന്യൂറോളജിസ്റ്റ് ശരിക്കും വിതിൻ 45 minutes വന്നിരിക്കും. പിന്നെ ബാക്കി ലാബ്, നമുക്ക് ബ്ലഡ് അയക്കണം, ലാബിലുള്ള ആൾക്കാർ വരും. പിന്നെ ECG എടുക്കാൻ വരും. അങ്ങനെയുള്ള നമ്മുടെ കാനുല ഇടാൻ ആൾ വരും. ഇത്രയും ആൾക്കാർ വരും. എന്നിട്ട് പെട്ടെന്ന് MRI ഓർഡർ ചെയ്യും. MRI എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് എന്ത് ടൈപ്പ് ഓഫ് സ്ട്രോക്ക് ആണെന്ന് നമുക്കറിയണം. സ്ട്രോക്ക് എന്ന് വെച്ചാൽ 2 തരമുണ്ട്. അതായത് ഒന്ന് ഇഷ്കീമിക് സ്ട്രോക്ക്, അതായത് ക്ലോട്ട് വന്നിട്ട് രക്തക്കുഴലിൽ അടഞ്ഞു കഴിയുമ്പോൾ മുകളിലേക്ക് രക്തത്തിന്റെ സർക്കുലേഷൻ വരാതെ അവിടെ ഡാമേജ് വരുന്നതിനെയാണ് ഇഷ്കീമിക് സ്ട്രോക്ക്, ക്ലോട്ട് കാരണം വരുന്ന ഡാമേജ്. ഇനി മറ്റൊന്ന്, ഈ രക്തക്കുഴൽ പൊട്ടിയാലും ഡാമേജ് വരാം ബ്രെയിനിന്. ക്ലോട്ട് വന്ന് ഓക്സിജൻ കിട്ടാതെ ഡാമേജ് വരുന്നത് ഒരു ഇത്, അതാണ് ഏറ്റവും കൂടുതൽ 80%. പക്ഷെ 20% സ്ട്രോക്ക് ഹെമറാജിക് ആണ്. അതായത് രക്തക്കുഴൽ പൊട്ടിയിട്ട് അതിൽ നിന്ന് ബ്ലീഡിങ് വന്ന് ബ്രെയിന് ഡാമേജ് വരുന്ന അവസ്ഥയാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹെമറാജിക് സ്ട്രോക്കിന്റെ കാരണങ്ങളാണ് നമുക്ക് നമ്മൾ BP എപ്പോഴും 140-90 താഴെ കീപ്പ് ചെയ്യണം. അതിൽ കൂടുമ്പോ പിന്നെ എനിക്ക് തോന്നുന്നു 80 years ഒക്കെ ആയാൽ 150 വരെയൊക്കെ ടോളറേറ്റ് ചെയ്യും. പക്ഷെ 160 കൂടി കഴിഞ്ഞാല് രക്തക്കുഴലിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. രക്തക്കുഴൽ പൊട്ടും. ആ പൊട്ടുന്ന സമയത്ത് ആ ബ്ലഡ് തെറിച്ചിട്ട് ബ്രെയിൻ ടിഷ്യൂല് ഡാമേജ് ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് ആ സ്ട്രോക്കിന്റെ സിംറ്റംസ് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഹെമറാജിക് സ്ട്രോക്കും ഇമ്പോർട്ടന്റ് ആണ്. ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ഏത് സ്ട്രോക്ക്, ഈ ഹിസ്റ്ററി എടുക്കുമ്പോഴും എക്സാമിനേഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഏത് സ്ട്രോക്കാന്ന് മനസ്സിലാവും. അതിനനുസരിച്ചാണ് MRI അല്ലെങ്കിൽ CT പറയുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ സ്കാൻ എടുക്കും. സ്കാൻ എടുക്കാൻ ഒരു 20 minutes, അതിനുള്ളിൽ സ്കാൻ തീരും.
അപ്പൊ സ്കാനിൽ നമുക്ക് രക്തക്കുഴൽ കംപ്ലീറ്റ്ലി നോക്കും. അതിനിടയിൽ ബ്ലഡ് എല്ലാം എടുത്ത് വിടും, ക്ലോട്ടിങ് അബ്നോർമാലിറ്റി ഉണ്ടോ എല്ലാം ചെയ്യും. അപ്പം നമ്മൾ സ്കാൻ എടുത്തു കഴിയുമ്പോൾ ഇത് ക്ലോട്ട് ആണോ ബ്ലീഡ് ആണോ ഇതിനൊന്നും തിരിച്ചറിയാൻ പറ്റും. ക്ലോട്ട് ആണെങ്കിൽ എന്താണ്? ക്ലോട്ട് അലിയിക്കുന്ന മെഡിസിൻ കൊടുക്കണം. അപ്പൊ പേഷ്യന്റ് ഒരു 4.5 മണിക്കൂറിനുള്ളിലാണ് വന്നതെങ്കിൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റും. 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അത് കൊടുത്തു കഴിയുമ്പോൾ പേഷ്യന്റ് ബ്ലീഡിങ് വരും. അപ്പൊ അത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് പറയുന്നത് ടൈമിന്റെ ഇമ്പോർട്ടൻസിനെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോ നമുക്ക് എന്താന്ന് വെച്ചാല് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മോഡിഫൈ ചെയ്യുന്ന നോൺ മോഡിഫൈ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ MRI എടുത്തു. അപ്പൊ ഒരു സ്ട്രോക്ക് വന്നു, പേഷ്യന്റിനെ കണ്ടു, അവർ MRI എടുത്തു, അത് ഈ സ്ട്രോക്ക് ആണെന്ന് മനസ്സിലായി. ഇനി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ള. 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമ്മൾ അതിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും. ത്രോംബോലൈസിസ് എന്നാണ് അതിന് പറയുന്ന. ആൾട്ടിപ്ലേസ്, ടെനക്റ്റിപ്ലേസ് അങ്ങനത്തെ മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ക്ലോട്ട് അലിയിക്കുന്ന ഇഞ്ചക്ഷൻ ആണ്. അപ്പൊ അത് വേണ്ടുന്ന ഡോസിൽ അതിന് അർഹതപ്പെട്ട ആളാണോ അല്ലെങ്കിൽ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളതാണെങ്കിൽ കൊടുക്കില്ല, ഇല്ലെങ്കിൽ നമ്മൾ അത് കൊടുക്കും. എന്നിട്ട് പിന്നെ നോക്കുന്ന രക്തക്കുഴലിൽ എവിടെയെങ്കിലും ക്ലോട്ട് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കിനെ റിമൂവ് ചെയ്യണം. നമ്മൾ ഹാർട്ടിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ, ഹാർട്ടിന് ആൻജിയോപ്ലാസ്റ്റി. അതുപോലെ തന്നെയാണ് ബ്രെയിനിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. അതായത് ഒരു ചെറിയ ഒരു നേർത്ത വയർ കമ്പി അത് കടത്തി വിട്ടിട്ട് സമയമെടുത്ത് കടത്തി വിട്ടിട്ടാണ് ക്ലോട്ടിനെ എടുക്കുന്നത്. അപ്പൊ ആ ബ്ലോക്ക് അങ്ങ് മാറും. എന്നാലും രക്തത്തിന്റെ സർക്കുലേഷൻ നോർമൽ ആവും, അല്ലെങ്കിൽ വീണ്ടും ആ ഡാമേജ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ. മരുന്ന് കൊടുക്കുന്ന പ്രൊസീജിയർ നമ്മൾ ഒരു 4.5 മണിക്കൂറിനുള്ളിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ത്രോംബെക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ ശരിക്കും ഒരു കുറച്ച് സമയം, നമുക്കൊരു 6 മുതൽ 16 മണിക്കൂറിനുള്ളിൽ പേഷ്യന്റ് കൊണ്ടുവന്നാലും അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് മെക്കാനിക്കൽ ത്രോംബെക്ടമി 2 പ്രൊസീജിയർ ആണ് നമ്മൾ മെയിൻലി ഈ സ്ട്രോക്കിന് ചെയ്യുന്നത്. ഈ പ്രൊസീജിയർ ചെയ്യുന്നത് രക്തത്തിന്റെ സർക്കുലേഷൻ വീണ്ടും നോർമൽ ആകാൻ വേണ്ടിയാണ്. അപ്പം നമുക്കൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ ഡാമേജ് കൂടും ഓരോ സെക്കൻഡ് കഴിയുന്നതോറും. അപ്പൊ ആ ടൈം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ടൈമിൽ കൊണ്ടുവരുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിയുവാണെങ്കിൽ ആ പേഷ്യന്റ് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. വൺസ് വീക്ക്നെസ് അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ചെയ്യാൻ ഒത്തിരി സമയം, ഫിസിയോതെറാപ്പി അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി സമയം എടുക്കും. അതാണ് ഇതിന്റെ പ്രോബ്ലം. പിന്നെ നമ്മൾ പേഷ്യന്റ് ടെമ്പറേച്ചർ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഹാർട്ടിൻ്റെതായിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യും. ഏതൊരു സ്ട്രോക്ക് പേഷ്യന്റ് വന്നാലും ക്ലോട്ട് ആണെങ്കിൽ അത്യാവശ്യമായിട്ട് ഹാർട്ടിന്റെ ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ ഹാർട്ടിനകത്ത് ക്ലോട്ട് ഉണ്ടെങ്കിൽ ആ ക്ലോട്ട് തെറിച്ച് പോയാലും സ്ട്രോക്ക് വരാം. 2, ഹാർട്ട് ഇടിക്കുന്ന ഹോൾട്ടർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഹോൾട്ടർ എന്ന് പറഞ്ഞൊരു മെഷീനാണ്. അത് ജസ്റ്റ് ഇങ്ങനെ ചെസ്റ്റിൽ ഘടിപ്പിച്ചിരിക്കും. അതൊരു വള്ളിയിലോ എല്ലാം ഘടിപ്പിക്കും, അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കും. ഈ ഹോൾട്ടർ ആണെങ്കിൽ ഈ 24 hours അല്ലെങ്കിൽ 48 hours ECG റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും, നമ്മുടെ ഹാർട്ടിന്റെ റിതം റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ എപ്പോഴെങ്കിലും ഹാർട്ട് ഇടിക്കുന്ന ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ അടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണം വരാം. അത് ഈ ക്ലോട്ട് ഫോം ചെയ്ത് തെറിച്ച് വലിയ സ്ട്രോക്കും പോലെ വരാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതറിയാൻ വേണ്ടിയാണ് കാർഡിയോളജി ഇവാലുവേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പം സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതലായിരുന്നു സ്ട്രോക്കിന്റെ ഇൻസിഡൻസ്. കാരണം കോവിഡ് എന്ന് പറയുന്ന വൈറസ് കുറച്ചൊരു ഈ ക്ലോട്ട് ഉണ്ടാക്കാൻ ആയിട്ട് ടെൻഡൻസി ഉള്ള ഒരു സംഭവമായിരുന്നു. അതുപോലെ ഒത്തിരി ഇൻഫെക്ഷൻസ് ഇതിന് കാരണമാക്കുന്നുണ്ട് സ്ട്രോക്ക് ഉണ്ടാക്കാൻ. ഇൻഫെക്ഷൻസ്, പിന്നെ വാദസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ, കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ്, ഇതെല്ലാം സ്ട്രോക്ക് കൂട്ടാനായിട്ടുള്ള കുറച്ച് കാരണങ്ങളാണ്. അപ്പം അത് എന്തുകൊണ്ട് സ്ട്രോക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ ക്ലോട്ട് ആണെങ്കിൽ ക്ലോട്ട് ഫോം ചെയ്യും, നമ്മുടെ രക്തക്കുഴലിൽ ക്ലോട്ട് ഫോം ചെയ്തിട്ട് അത് തെറിച്ച് പോവുക, അല്ലെങ്കിൽ അത് രക്തക്കുഴലിൽ വന്നിട്ട് അത് ബ്ലോക്ക് ഉണ്ടാക്കുക, അങ്ങനത്തെയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം ബ്ലീഡ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ ക്ലോട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ക്ലോട്ട് എന്ന് പറയുമ്പോൾ ക്ലോട്ട് വന്ന് ബ്ലോക്ക് ചെയ്യും, അപ്പം ഡാമേജ് ഉണ്ടാക്കും. ആ ഡാമേജ് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ ഇഞ്ചക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റെന്റ് ഇട്ടിട്ട് ആ ക്ലോട്ട് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത്രയും പ്രൊസീജിയർ ചെയ്യാം. നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ത്രോംബോലൈസിസ് എന്ന പ്രൊസീജിയറിന് എനിക്ക് തോന്നുന്നു 50,000 ആ മരുന്നിന് 50,000 ആണ് അതിന്റെ എമൗണ്ട്. പക്ഷെ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയറിന് ഏകദേശം 5 ലക്ഷം ആണ് കോസ്റ്റ് വരുന്നത്. പിന്നെ പ്ലസ് ബാക്കിയുള്ള ഇതെല്ലാം വരും. അപ്പൊ നമ്മൾ ആ ടൈമിൽ കൊണ്ടുവരുവാണെങ്കിൽ മേ ബി നമുക്ക് ആ ഇഞ്ചക്ഷനോട് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും.
പിന്നെ വേറൊരു കോംപ്ലിക്കേഷൻ സ്ട്രോക്കിന്റെ ഉള്ളത്, നമ്മൾ ഈ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഡാമേജ് വന്നു, പക്ഷെ ആ ഡാമേജ് അവിടെ വെച്ച് നിൽക്കുന്നില്ല, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഒരു സ്ട്രോക്ക് വരുമ്പോൾ ഒരു ഫസ്റ്റ് 72 hours വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആദ്യത്തെ 3 ദിവസം, ഈ 3 ദിവസത്തിലാണ് ഈ സ്ട്രോക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതും ആ വീക്ക്നെസ് കൂടുന്നതും ഒക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു 72 മണിക്കൂർ വളരെ ക്രിട്ടിക്കലാണ്. എപ്പോഴും നമ്മൾ നന്നായിട്ട് പേഷ്യന്റിനെ നോക്കണം, നല്ല പ്രോപ്പർ കെയർ കൊടുക്കണം. അപ്പൊ ആ ഒരു 72 hours കഴിയുമ്പോൾ ഏകദേശം ഫർദർ ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻ കേസ് നമുക്ക് ആ ഒരു 72 മണിക്കൂറിൽ തന്നെ വലിയ ഡാമേജ് ആണെങ്കിൽ അതിന്റെ നീര് കൂടുകയും അതിൽ നിന്നുള്ള പ്രഷർ വരികയും ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അതായത് ഈ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഈ നീര് സ്ട്രോക്ക് ഡാമേജ് കാരണം ഉണ്ടാകുന്ന നീര് ചിലപ്പം താഴേക്ക് പ്രസ് ചെയ്യും. താഴെയാണ് മെഡുല ഒബ്ലോങ്കേറ്റ, നമ്മുടെ ബ്രെയിനിന്റെ താഴെയാണ് ബ്രെയിൻ സ്റ്റെം, അതായത് മെഡുല ഒബ്ലോങ്കേറ്റ, പോൺസ് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഇരിക്കുന്നത്. ഈ മെഡുല ഒബ്ലോങ്കേറ്റയിലാണ് ഹാർട്ടിന്റെയും റെസ്പിറേറ്ററി സെന്റേഴ്സ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് പ്രഷർ വരുവാണെങ്കിൽ സ്വന്തമായി ശ്വസിക്കാൻ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോഴാണ് വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വരുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ ആന്റി എഡീമ മെഷേഴ്സ് എന്ന് പറയുന്നത്, നീര് കുറയ്ക്കാനുള്ള മരുന്നുകൾ നോക്കിക്കൊടുക്കും. അതുപോലെ നമ്മൾ ചില ആൾക്കാർക്ക് സർജറി വേണ്ടി വരും. അത് സർജറി എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്കാൽപ്പിന്റെ ഒരു ഭാഗം എടുക്കുകയും ഈ നീര് പുറത്തേക്ക് തള്ളിവിടുകയും ചെയ്യും. അപ്പൊ അകത്തോട്ട് നീര് ഫോം ചെയ്യത്തില്ല. അപ്പം ആ ഒരു സർജറിയും ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ കാരണം ഇതാണ്. ഇപ്പൊ സ്ട്രോക്ക് വന്ന് സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ സ്ട്രോക്കിന്റെ കാരണങ്ങൾ ഈ 2 ടൈപ്സ് ആണ്, ഇഷ്കീമിക്, ഹെമറാജിക്. അതായത് ക്ലോട്ട് വരികയും അത് ഡാമേജ് ഉണ്ടാക്കുകയും, 2 ബ്ലീഡിങ്, ഹെമറാജിക്, രക്തക്കുഴൽ പൊട്ടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഈ പൊട്ടുന്നത്, രക്തക്കുഴൽ പൊട്ടുന്നതെന്ന് പറയുമ്പോൾ 1 BP കൂടിയിട്ടാണ് ഈ രക്തക്കുഴൽ പൊട്ടുന്നത്. 2 ഈ രക്തക്കുഴലിൽ നോർമലി ഒരു അനാറ്റമി ഉണ്ടാവും. ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആയിരിക്കും രക്തക്കുഴലിന്റെ അനാറ്റമി. ചിലർക്ക് ഈ വെയിനും ആർട്ടറിയും തമ്മിൽ യോജിച്ചിരിക്കും. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ്. ചിലർക്ക് ബലൂൺ പോലെ വീർത്തിരിക്കും, ഈ രക്തക്കുഴലിൽ ബലൂൺ പോലെ വീർത്തിരിക്കും. അത് പൊട്ടിയാൽ അന്യൂറിസം എന്ന് പറയും, അത് പൊട്ടിയാലും. അപ്പൊ അതിനെ പിന്നെ കോയിൽ ചെയ്യുക, കെട്ടുക, അതിനെ സർജറി വെച്ച് കെട്ടുക, അങ്ങനെ അല്ലെങ്കിൽ സ്റ്റെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള പ്രൊസീജിയർ അതിന് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പിന്നെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അത് പറഞ്ഞ ഓരോ സെക്കൻഡും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മള് ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 താഴെ കീപ്പ് ചെയ്യുക. പിന്നെ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുന്ന ഷുഗർ 140 താഴെ, BP ഒരു 140-80 താഴെ, കൊളസ്ട്രോൾ 200, ടോട്ടൽ കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ ഒരു 100, ട്രൈഗ്ലിസറൈഡ്സ് ഒരു 150, HDL ഒരു 60 മേലില്, അങ്ങനെ. ബോഡി മാസ് ഇൻഡെക്സ് എപ്പോഴും 25 താഴെ കീപ്പ് ചെയ്യുക. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒബീസിറ്റി വരാതിരിക്കാൻ, ബോഡി വെയിറ്റും ഹൈറ്റും വെച്ചിട്ടൊരു റേഷ്യോ ആണ്. അത് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക. എന്ത് എക്സസൈസും ചെയ്യാം നമുക്ക്. ഒരു ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം. ഒന്നുകിൽ നടക്കുക, അല്ലെങ്കിൽ സുംബ അങ്ങനത്തെ എക്സസൈസ് ഒക്കെ ചെയ്യാം. ജിമ്മിൽ പോവാം, അല്ലെങ്കിൽ നടക്കാം. ഇഷ്ടമുള്ള എക്സസൈസ് എന്താന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഡയറ്റ് റെസ്ട്രിക്ഷൻ, നമ്മൾ വറുത്തത് പൊരിച്ചത് അധികം കഴിക്കാതിരിക്കുക, ആൽക്കഹോൾ ഇൻടേക്ക് കുറയ്ക്കുക, സ്മോക്കിംഗ് ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ സെഡൻഡറി, അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന ഇതാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് റിലാക്സേഷൻ, പുറത്തു പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി മൈൻഡ് റിലാക്സേഷൻ, സ്ട്രെസ് വരുമ്പോഴും അഡ്രിനാലിൻ ഹോർമോൺ കൂടും. അപ്പം ഈ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ തന്നെ റിലാക്സേഷൻ ടെക്നിക്സ് നോക്കുക, പ്രെയർ, പിന്നെ യോഗ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ടെക്നിക്സ് നോക്കുക. ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കോസസും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റും ഇതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. ഡോക്ടർ അതിന്റെ എല്ലാ വശങ്ങളും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് അവതരിപ്പിച്ചു. ഇപ്പൊ മിസ്റ്റർ കോശിയാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ചോദിക്കുന്ന 2 കാര്യങ്ങൾ. നമ്മൾ ഈ സ്ട്രോക്ക് ഒന്നും വരാത്ത ഒരാൾ, ഒന്നാമത്തെ കാര്യം, സ്ട്രോക്ക് വരാത്തൊരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ, വാട്ട് ടൈപ്പ് ഓഫ് എക്സസൈസസ് ആർ ബെസ്റ്റ് നമുക്കിങ്ങനെ സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ? ഫിസിക്കൽ എക്സസൈസ്, വിച്ച് ടൈപ്പ് ഓഫ് എക്സസൈസ് ഇസ് ബെസ്റ്റ്? അതൊന്ന്. രണ്ടാമത് ചോദ്യം, ഈ സ്റ്റാറ്റിൻസ് കൊളസ്ട്രോൾ റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട്
ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ആൾക്ക്. സ്റ്റാറ്റിൻ മെഡിസിൻസ്, റോസുവെസ്റ്റാറ്റിന്, അറ്റോവെസ്റ്റാറ്റിന് ഇങ്ങനെയുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഡയബറ്റീസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഏറ്റവും റീസെന്റ് റിസർച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ കോസ് ഫോർ ഡയബറ്റീസ്, സ്റ്റാറ്റിൻസ്. ഇത് കറക്റ്റ് ആണോ, ശരിയാണോ? എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ആയി എനിക്കുള്ളത്. എക്സസൈസസ് എന്ന് പറയുമ്പോൾ നമ്മള് ഓരോരുത്തരുടെ പ്രായം അനുസരിച്ച് അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ആണ്. കൂടുതലും എയ്റോബിക് എക്സസൈസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സസൈസസ് ആണ് ചെയ്യാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നടക്കുന്നത്, ഓടുന്ന, ജോഗിങ് ആയിട്ടുള്ളത്, ഡാൻസ്, സുംബ, അങ്ങനെയുള്ളത്. അപ്പൊ ഓരോ ഏജിനും പറ്റും. പിന്നെ ജിമ്മില് പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് അങ്ങനത്തെ ഉള്ളതും റെക്കമെൻഡ് ആണ്. നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് കുറച്ചൊരു മെറ്റബോളിസം കൊടുക്കാനാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്നതിന് പകരം കുറച്ചൊരു മെറ്റബോളിസം കൊടുക്കാനാണ് എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സസൈസ് വരുമ്പോൾ രക്തത്തിന്റെ സർക്കുലേഷൻ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യും. നല്ല ഹോർമോൺസ്, ഹാപ്പി ആയിട്ടുള്ള നല്ല ഹോർമോൺസ് വരും. സ്ട്രെസ് ആയിട്ടുള്ള ഹോർമോൺസ് കുറെ പോവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ക്ലോട്ടിംഗ് ടെൻഡൻസി കുറെ കുറയും. അപ്പം എന്ത് എക്സസൈസ് വെച്ചാൽ ഓരോരുത്തരുടെ ഏജ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 40 to 50 years ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇപ്പം നടക്കുക, ജോഗിങ് ചെയ്യുക, ജിമ്മിൽ പോകാൻ പറ്റുന്നവർ അത് ചെയ്യുക. ഒരു ഹാഫ് ആൻ അവർ ഒരു വീക്കിൽ ഒരു 4 days ചെയ്യാം. അങ്ങനെ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയത്തില്ല, ഓരോരുത്തർക്ക് പറ്റുന്നത്. പിന്നെ സ്റ്റാറ്റസിന്റെ കാര്യം എനിക്ക് അത്ര ക്ലിയർ അല്ല, ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. പക്ഷെ ഇതുവരെ എന്റെ നോളജിലില്ല സ്റ്റാറ്റൻസ് അങ്ങനെ ഡയബറ്റീസ് ഉണ്ടാക്കും എന്നുള്ളതില്ല. അടുത്തത് മിസ്റ്റർ രാജു ഫിലിപ്പ് DTM. ചോദിക്കാനുള്ളത് ഈ പാർക്കിൻസൺസ് ഡിസീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. പാർക്കിൻസൺസ് ഡിസീസ് ഈ പറയുന്ന സ്ട്രോക്ക് വരുന്നവർക്ക് പാർക്കിൻസൺസ് ഡിസീസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ടോ? സ്ട്രോക്ക് വരുന്നവർക്ക് പാർക്കിൻസൺസ് ഡിസീസ് ആയിട്ട് മാറാൻ സാധ്യതയില്ല. സ്ട്രോക്ക് വരുന്ന ആൾക്കാർക്ക് ഈ രക്തക്കുഴലിൽ ബ്ലോക്ക് ആവുകയും അങ്ങനെ ഡാമേജ് ബ്രെയിനിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോ അതിന്റെ ഡാമേജ് ഒരുപാട് അധികമാകുമ്പോൾ നമ്മുടെ പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകാൻ കാരണം നമ്മുടെ ബ്രെയിൻ ചുരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കുറയുന്നതുകൊണ്ടാണ്. ബ്രെയിനിന്റെ ചുരുക്കം, ഒരു ഭാഗത്തെ ചുരുക്കം കാരണം ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ കുറയുന്ന കാരണമാണ് പാർക്കിൻസൺസ് ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം സ്ട്രോക്ക് ആ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ആയിട്ട് വരുവാണെങ്കിൽ സ്ലോനെസ്, പാർക്കിൻസൺ പോലത്തെ സിംറ്റംസ് വരാം. യഥാർത്ഥമായിട്ടുള്ള പാർക്കിൻസൺസ് ആണ് സെക്കൻഡറി പാർക്കിൻസൺസം എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ ടിപ്പിക്കൽ പാർക്കിൻസൺസ് എന്ന് പറയുന്നത് അത് ഡിഫറെന്റ് ആണ്. പാർക്കിൻസോണിയൻ സിംറ്റംസ് വരാം. ഡോപാമിൻ എന്ന് പറയുന്നത് ഹാപ്പി ഹോർമോൺ അല്ലേ? അതെ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളതല്ലേ? അതെ ഹാപ്പി ആയിട്ട് അതെ. അപ്പൊ നമ്മള് ഹാപ്പി ഹോർമോൺ കുറയുമ്പോൾ നമ്മള് ഇത് പറഞ്ഞ പോലെ ഈ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സസൈസ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറെ പാർക്കിൻസണിയൻ അസുഖങ്ങൾ നമുക്ക് തടയാനും സാധിക്കും. അടുത്തത് മിസ്റ്റർ ഫിലിപ്പ് കല്ലട. ഡോക്ടർ കൃഷ്ണശ്രീയുടെ പ്രഭാഷണം വളരെ ശ്രദ്ധയോടെ ഞാൻ കേൾക്കുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞത് പെട്ടെന്നുണ്ടാകുന്ന സ്ട്രോക്കിനെ കുറിച്ചാണ്. പെട്ടെന്നുണ്ടാകുന്ന സ്ട്രോക്കുകാരെ എന്തൊക്കെ പരിചരിക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള കാര്യം വിശദമായിട്ട് പറഞ്ഞു. എൻ്റെ സംശയം, സ്ട്രോക്കിൻ്റെ ആരംഭം വളരെ സാവധാനത്തിലായിരിക്കും. എൻ്റെ ഒരു ബ്രദറിലേക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ പറയട്ടെ. ഇടതുവശത്തെ കാലിലും കൈക്കും ചെറിയൊരു മരവിപ്പ് പോലെ ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴുമില്ല. അതുപോലെ ഷർട്ട് ഇടാനൊക്കെ ഒരു പ്രയാസം പോലെ. ഇത് നമ്മുടെ നാട്ടിലെ പ്രസിദ്ധമായ 2 ഹോസ്പിറ്റലിൽ കേരളത്തിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഈ ഡോക്ടേഴ്സ് എല്ലാം വിവിധ അഭിപ്രായങ്ങളാണ് പറയുന്നത്. MRI സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞു. ഇത് അൾഷിമേഴ്സിൻ്റെ ആരംഭമാണ്, ഇത് മറ്റെന്തോ സംശയങ്ങളൊക്കെ അവർ പറയുന്നു, കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷെ ഇത് മാറുന്നില്ല, അസുഖം മാറുന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകള് പെട്ടെന്ന് ചാണ്ഡിഗറിൽ പഠിക്കുകയാണ്. അങ്ങോട്ട് കൊണ്ടുപോയി അവരവിടെ ചികിത്സിച്ചപ്പോൾ MRI സ്കാൻ എടുത്തപ്പോൾ തന്നെ കണ്ടു ബ്രെയിനകത്തെ ബ്ലഡ് ഇറങ്ങിയിട്ടുണ്ട്, വെയിൻ പൊട്ടിയിട്ടുണ്ടെന്നുള്ളത്. അവരൊരു 3 ദിവസം കൊണ്ട് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് ആ ബ്ലഡ് എടുത്തു കഴിഞ്ഞപ്പോൾ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. എൻ്റെ സംശയം, സാവധാനത്തിലുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും? പലപ്പോഴും പല ഡോക്ടേഴ്സും പല അഭിപ്രായങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അതിന്റെ ഒരു സംശയത്തിന് ഉത്തരം പറയുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ അദ്ദേഹത്തിന് ഒരു ഭാഗത്താണ് മരവിപ്പ് അനുഭവിച്ചു എന്നല്ലേ പറഞ്ഞത്.
ഒരു കൈയും ഒരു കാലും. അപ്പൊ നമ്മൾ പറഞ്ഞ കോഡില് ബി ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഭാഗം ഉണ്ടാകുന്ന തളർച്ച, അതിൽ മരവിപ്പും ഉൾപ്പെടാം. അപ്പൊ അതുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോക്ക് തന്നെയാണ് സസ്പെക്ട് ചെയ്യുന്നത്. കാരണം ഒരു ഭാഗത്തുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ ബ്രെയിനിന്റെ മറ്റൊരു ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു എന്നാണ്. ബ്രെയിൻ MRI നോർമൽ ആണെങ്കിൽ കൂടിയും ആ ഒരു സിംറ്റം ഒരു 24 മണിക്കൂറിനുള്ളിൽ ഭേദമായിട്ടുണ്ടെങ്കിൽ അതിനെ മൈനർ സ്ട്രോക്ക്, മിനി സ്ട്രോക്ക് എന്ന് പറയും. TIA എന്ന് നമ്മൾ പറയും, മിനി സ്ട്രോക്ക് എന്ന് പറയും. അതിൽ MRIയിൽ നോർമൽ ആയിരിക്കും. ഒരു ഭാഗത്ത് സിംറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ സ്ട്രോക്കിന്റെ പോസിബിലിറ്റി തന്നെ, അത് എന്തും ആവാം, ബ്ലീഡും ആകാം, ക്ലോട്ടും ആകാം. അത് അങ്ങനെ തന്നെ കിട്ടും. പിന്നെ അൽഷിമേഴ്സ് എന്ന് അതിന് പറയണമെങ്കിൽ നമുക്ക് മെമ്മറി ലോസ് വരണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസോറിയന്റേഷൻ, നമുക്ക് ഒരു ഓറിയന്റേഷൻ ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ മെമ്മറി ലോസ് ആണ് ഏറ്റവും അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിംറ്റം സാർ പറഞ്ഞില്ലല്ലോ, പറഞ്ഞത് ഒരു ഭാഗത്തുള്ള മരവിപ്പ് എന്നല്ലേ. ഒരു ഭാഗത്തുള്ള മരവിപ്പ് മാത്രമാണ് കംപ്ലൈന്റ് എങ്കിൽ നമ്മൾ സ്ട്രോക്ക് തന്നെയാണ് സംശയിക്കുന്നത്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഡോക്ടേഴ്സ് പല അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ കാരണം എന്താ? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് പേഷ്യന്റിനെ കണ്ട് അവരുടെ ഹിസ്റ്ററി എടുത്ത് അവരെ എക്സാമിൻ ചെയ്ത് നമ്മൾ MRI വേണോ എന്ന് നോക്കിയിട്ട് MRI എടുത്തിട്ട് അതിൽ എവിടെയാണ് ഡാമേജ് എന്ന് ലോക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ആ സിംറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് സ്ട്രോക്ക് പെട്ടെന്നുള്ള എമർജൻസിയാണ്. കാരണം അത് പെട്ടെന്ന് കൂടരുതല്ലോ. ഡാമേജ് കൂടി വരുമ്പോഴും സമയമാണല്ലോ ഇമ്പോർട്ടന്റ്. ഓരോ സെക്കൻഡിലും ഇത്രയും ലക്ഷം ന്യൂറോൺസ് ഡെത്ത് ആവുന്നുണ്ട്. ആ സമയം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതലും ആ ഹിസ്റ്ററിയിൽ നിന്ന്, എക്സാമിനേഷനിൽ നിന്നും തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യും. അടുത്ത മിസ്റ്റർ ലാലു പെരുമാൾ എബ്രഹാം. ഇതെന്റെ ഫാദറിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി, ഇത് കറക്റ്റ് സമയത്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇത് വന്നേക്കുന്നത്, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് തന്നെ വന്നേക്കുന്നത്. ഒരു 15-20 ദിവസമായി അദ്ദേഹം ബാത്റൂമിൽ ഇരിക്കുന്ന നിലയിലാണ് കണ്ടത്. അവിടെ നിന്ന് വിളിച്ചു, ആളിന് ബോധമൊക്കെ ഉണ്ട്, വിളിച്ചു. ഞങ്ങൾ ഒരു വിധത്തിൽ വെളിയിൽ കൊണ്ടുവന്നു. എല്ലാം നോർമലായിട്ട് ആളിനെ കണ്ടത്. പക്ഷെങ്കിൽ 1 മണിക്കൂറിന് ശേഷം കണ്ണിന്റെ റൈറ്റ് സൈഡിൽ ഒരു മുഴ കണ്ടു. അപ്പം മനസ്സിലായി ഇത് വീണതാണെന്ന്. അതിനുശേഷം ഭക്ഷണം കഴിച്ചു, അബ്നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അന്നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇത് 12:30 സംഭവിച്ചു. ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോഴത്തേക്ക് ആൾ വേറെ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതായത് എന്നെ കൊണ്ടുപോകണ്ട അതൊക്കെ പറയുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. വലിച്ച് വളരെ പ്രയാസപ്പെട്ടാണ് ഇറക്കി അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ CT സ്കാൻ എടുത്തപ്പോൾ അദ്ദേഹം ആസ്പിരിൻ കഴിക്കുന്നുണ്ടായിരുന്നു. ആസ്പിരിൻ കഴിക്കുന്നതുകൊണ്ട് റൈറ്റ് സൈഡിൽ ഉണ്ടായ ഇടിയുടെ ഭാഗമായിട്ട് ബ്രെയിനിലെ ലെഫ്റ്റ് സൈഡിൽ ബ്ലീഡിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ CT സ്കാനിൽ ബ്ലീഡിങ് കണ്ടു, സെക്കൻഡിനകത്ത് കൺട്രോൾ ആയിന്ന് കണ്ടു. പക്ഷേ ആള് മിക്കവാറും ഉറക്കമാണ്. പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ പേരൊക്കെ ചോദിച്ചാൽ പറയുന്നുണ്ട്. ഇപ്പോഴും വീട്ടിൽ വന്നിട്ടും മിക്കവാറും ഉറക്കമാണ്. പക്ഷെങ്കിൽ ഉണർന്നിരിക്കുമ്പോൾ ചെറിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉപബോധ മനസ്സിൽ നിന്ന് ആദ്യമൊക്കെ നല്ലപോലെ സംസാരിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ചോദിച്ച് വളരെ ഉണർത്തി കഴിഞ്ഞാൽ സംസാരിക്കുന്നുണ്ട്. 86 വയസ്സുണ്ടെങ്കിലും ആൾ സ്കൂട്ടർ ഓടിക്കും, കാർ ഓടിക്കും, വളരെ ആക്റ്റീവായിരുന്നു. ആക്റ്റീവായിട്ട് കിടപ്പൊന്നുമല്ലായിരുന്നു, നല്ല എല്ലായിടത്തും പോകുന്ന ആളായിരുന്നു. ഇത് എത്രമാത്രം റിക്കവർ ചെയ്യും എന്ന് എനിക്കൊരു ചോദിക്കാനുണ്ട് ഡോക്ടറോട്. അതിന് മറുപടി പറയാം. ഇപ്പൊ വലത് ഭാഗത്താണോ വീക്ക്നെസ് ഉള്ളത്? വീക്ക്നെസ്സും ഇല്ല പുള്ളിക്ക്, പക്ഷെ ചെറിയൊരു നീരുണ്ട് ദേഹത്ത്. വീക്ക്നെസ് ഒന്നും ഇല്ല, പക്ഷെ അവളെ മിക്കവാറും ഉറക്കമാണ്. ഓക്കെ, അവര് സ്ട്രോക്ക് എന്നാണോ പറഞ്ഞത്? വീണതിൽ നിന്ന്. അപ്പം അദ്ദേഹം അവിടെ പെട്ടെന്ന് ഇരുന്നത് വീക്ക്നെസ്, ഒന്ന് ഒരു ഭാഗം തളർന്ന് പോയി പെട്ടെന്ന് ഇരുന്നതായിരിക്കാം. അത് പെട്ടെന്ന് പിന്നെ റിക്കവർ ചെയ്തതായിരിക്കാം. 2, അദ്ദേഹം അബോധാവസ്ഥയിലോട്ട് പോയപ്പോ വീണതായിരിക്കാം. അത് ഒന്നുകിൽ അത് സീഷർ അല്ലെങ്കിൽ ഒരു TIA എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കാം. ഇപ്പോഴും വീക്ക്നെസ് ഇല്ല, ബ്രെയിനില് ചെറിയ ബ്ലീഡ് ഇടിച്ചതിന്റെ ആഘാതമായിട്ടാണ് ഉള്ളതെങ്കിൽ അത് നമ്മൾ ഈ ജെന്നി പോലെ വന്നിട്ട് അല്ലെങ്കിൽ മയക്കം വന്നതായിരിക്കാം. അപ്പൊ ഒന്നുകിൽ ഒരു മയക്കം വന്നിട്ട് വീണതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രെയിനിൽ രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിങ് വന്നതായിരിക്കാം. അപ്പൊ അത് നമ്മൾ പ്രോപ്പറായിട്ട് പിന്നെ ഹിസ്റ്ററി എടുത്ത് എക്സാമിൻ ചെയ്താലേ കറക്റ്റ് ആയിട്ട് എനിക്ക് എന്താണ് സിനാരിയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ 2 പോസിബിലിറ്റിയാണ്. അപ്പൊ എന്തുകൊണ്ട് ബോധം പോയി? ഇനിഷ്യലി ബോധം പോയിട്ടുണ്ടോ? അത് ബോധം പോയിട്ടില്ല. ആള് സംസാരിക്കുമായിരുന്നു. അപ്പൊ എങ്ങനെയാ ബാത്റൂമിൽ കണ്ടത്? ബാത്റൂമിൽ വിളിച്ചപ്പോഴാണ് കണ്ടത്. ഓക്കെ, എഴുന്നേക്കാൻ കഴിയില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ട് നടന്നാ പോയത്. എന്തായാലും എന്തോ ഒരു വീക്ക്നെസ് അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് കാറിൽ നിന്ന് ഇറക്കാൻ പറ്റാത്തതും അപ്പം നടക്കാൻ പറ്റാത്തതും. എനിക്ക് അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാറിൽ നിന്ന് ഇറക്കാൻ വളരെ ബലം പ്രയോഗിക്കേണ്ടി വന്നു. ഞാൻ പറയുന്നുണ്ട്, എന്നെ ഇവിടെ വിടാൻ പറയുന്നുണ്ട്. അതെ അതെ. അത് മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഉണ്ട് അതില്. അതായത് നമുക്ക് ഒന്ന് ബോധം പോയ കാരണം, ബോധം എന്ന് വെച്ചാൽ അബ്നോർമൽ ആയിട്ടുള്ള സെൻസോറിയം വന്നത് എന്തുകൊണ്ടെന്ന് നോക്കണം, ഹാർട്ടിന്റെ അബ്നോർമാലിറ്റി ഉണ്ടോ നോക്കണം, ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ ബ്ലീഡിങ് വന്നത്, അതായത് രക്തക്കുഴൽ പൊട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ AV മാൽഫോമേഷൻ, അന്യൂറിസം, അങ്ങനത്തെ കണ്ടീഷൻ, അതായത് രക്തക്കുഴൽ ബലൂൺ പോലെ വീർത്തിട്ടുണ്ടോ, ആർട്ടറി വെയിൻ തമ്മിലുള്ള മാൽഫോമേഷൻ ഉണ്ടോ, അതിന് CT ആണ് എടുത്തതെങ്കിൽ CT ബ്രെയിൻ വിത്ത് CT ആൻജിയോയും കൂടെ എടുക്കണം. അപ്പം MRI ആണ് എടുത്തതെങ്കിൽ MR ആൻജിയോയും കൂടെ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിന് പറയാൻ പറ്റൂ. എത്രമാത്രം റിക്കവറി ചെയ്യും അത് എന്താണ്. അപ്പം ഇതില് ആൻജിയോ എടുത്തിട്ടുണ്ടോ? ഇല്ല, എടുത്തിട്ടില്ല. അങ്ങനെയുള്ള BP ഒക്കെ കൺട്രോളിലായിരുന്നു. BP യുടെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഷുഗർ ഇല്ല, BP കൺട്രോളിലായിരുന്നു. കൊളസ്ട്രോളും മരുന്ന്. ബ്ലീഡ് കാരണമുള്ള ബിഹേവിയറൽ ചേഞ്ച് ആണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് സമയം എടുക്കും. മിക്കവാറും രാവിലെയൊക്കെ പുള്ളി ഉണർന്നിരിക്കും, കുറച്ചൊക്കെ ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ പേരൊക്കെ ചിലരെ കണ്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അതാ ഞാൻ ചോദിച്ചത്. പ്രോപ്പറായിട്ട് നോക്കേണ്ടി വരും. അത് അല്ല, എന്നാലേ അതിനൊരു ഉത്തരം പറയാൻ സാധിക്കും. ഡോക്ടറിന്റെ നമ്പറോട് തന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു ഇത് അയച്ചു തരായിരുന്നു. നമ്മള് ഫോണിൽ കൂടെ കൺസൾട്ട് ചെയ്യാറില്ല, നമ്മള് കിംസ് വഴി ടെലി കൺസൾട്ടേഷൻ ആയിട്ട് എടുത്താലും. കിംസിൽ വിളിച്ചാൽ. ഓക്കെ, താങ്ക് യു. അടുത്തത് ശ്രീമതി അനില ജേക്കബ്. 2 ചോദ്യം ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് വന്നതിന് ശേഷം കോവിഷീൽഡ് എന്ന് പറഞ്ഞൊരു വാക്സിന് 2 ഡ്രോബാക്സ് ഉണ്ടാകുന്നുണ്ടെന്ന് ഒരു റൈറ്റപ്പ് കണ്ടു. അതിൻ്റെ അകത്ത് ഒരു റീസൺ, ഈ കോവിഷീൽഡിന്റെ ഒരു ഡ്രോബാക്ക്, ഒന്ന് ഇത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നു, 2 ഈ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നു. അപ്പം ഇത് രണ്ടുമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിന് D-ഡൈമർ ടെസ്റ്റ് എടുക്കണമെന്ന്. D-ഡൈമർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അത് എടുക്കുന്നത് അത് ശരിയാണോ ഈ ഒരു ഇൻഫോർമേഷന്? എന്നാൽ അതിനെക്കുറിച്ച് വലിയ പ്രാധാന്യം കൊടുത്ത് പേപ്പറിൽ പിന്നെ കണ്ടൊന്നുമില്ല. പക്ഷെ ഇത് യുവജനങ്ങളെയാണ്, യൂത്ത്സിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് ഈ ബ്ലഡ് ക്ലോട്ട്സിന്റെ ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്തവർ ഡെഫിനറ്റ് ആയിട്ട് D-ഡൈമർ ടെസ്റ്റ് എടുക്കണം എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ BP-യുടെ ടാബ്ലറ്റ്സ് നമ്മൾ ഡെയിലി കറക്റ്റ് ടൈമിന് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്, ഒരു പർട്ടിക്കുലർ ടൈമില്. അതായത് ഇപ്പൊ ഒരു ദിവസം അങ്ങ് വിട്ടുപോയി, രാത്രി ആകുമ്പോഴേ ഓർക്കുന്ന ടാബ്ലറ്റ് കഴിച്ചു, അല്ലെങ്കിൽ രാവിലെ തന്നെ എടുക്കത്തില്ല, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഓർക്കുന്നത്, അപ്പോഴെടുക്കുന്നു. ഇത് എന്തെങ്കിലും ഭാവിയിലെ പ്രശ്നമായിട്ട് തീരുമോ? ഈ 2 ചോദ്യമുള്ളത്. കോവിഷീൽഡ് വാക്സിൻ എല്ലാവരും എടുത്തതാണല്ലോ. അപ്പൊ അതിനിങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. കാരണം കുറച്ച് പേഷ്യൻസിന് കോവിഡ് ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മള് സ്ട്രോക്ക് വരികയും CVT വെയിനിൽ ക്ലോട്ട് വരികയും ആർട്ടറിയിൽ ക്ലോട്ട് വരികയും ഇൻഫെക്ഷൻ കാരണം ഉള്ള കേസസ് ആ സമയത്ത് കണ്ടിരുന്നു ഒരുപാട്. ഇപ്പം അങ്ങനെ ഉള്ള കേസസ് കാണുന്നില്ല. പിന്നെ വാക്സിനെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം അതിനെക്കുറിച്ചുള്ള ലിറ്ററേച്ചർ വരണം, എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ആധികാരികമായിട്ട് നമുക്ക് അസ്യൂം ചെയ്ത് പറയാൻ പാടാണ്. അതായത് നമ്മൾ 1,00,000 ആൾക്കാരിൽ സ്റ്റഡി ചെയ്തിട്ട് അതിൽ നിന്ന് എത്ര പേര് ഇത് ഇങ്ങനെ വന്നു എന്നൊക്കെ കണ്ടുപിടിച്ച് അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം അതിനുള്ള ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ എൻ്റെ അറിവിലില്ല അങ്ങനെ വന്നതായിട്ട് അത് സ്ട്രോക്ക് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടായിരിക്കും. വാക്സിൻ കാരണം, ഇൻഫെക്ഷൻ കാരണം ധാരാളം കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റും ഉണ്ടായിരുന്നു. ഈ D-ഡൈമർ എന്ന് പറഞ്ഞാൽ അത് D-ഡൈമർ എന്ന് പറഞ്ഞൊരു അത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നല്ല. അതായത് ആ കോവിഡ് ഇൻഫെക്ഷൻ വരുമ്പോൾ ക്ലോട്ട് വരും, അങ്ങനെ ക്ലോട്ടിന് മാത്രമായിട്ടുള്ള ടെസ്റ്റ് അല്ല. D-ഡൈമർ പല കേസിലും കൂടാറുണ്ട്, ക്ലോട്ടിന് മാത്രമല്ല. D-ഡൈമർ ടെസ്റ്റ് എടുത്താല് ബ്ലഡ് ക്ലോട്ട്സിന്റെ ലെവൽ അറിയാനൊക്കും, അപ്പൊ അത് സഹായമാണെന്ന്. പക്ഷെങ്കിൽ ഈ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞതിന് എന്റെ ഹസ്ബൻഡിന് ഇതിന് ശേഷം ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്തതിന് കുറെ നാളുകൾക്ക് ശേഷം പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു. പക്ഷെ മറ്റു പ്രശ്നങ്ങളൊന്നുമല്ല, ബാക്കി എല്ലാ ടെസ്റ്റും ചെയ്തു, മറ്റൊരു കുഴപ്പമില്ല. പക്ഷെ ഇവർ ഈ പറഞ്ഞ 2 കാര്യത്തിലെ ഒരു കാര്യം, അതായത് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറയുന്നു, അത് പക്ഷെ പിന്നീട് അതങ്ങ് ശരിയായി, ഇപ്പം ഓക്കെയാണ്, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെങ്കിൽ ഈ 2 കാര്യം പറഞ്ഞതിൻ്റെ അകത്ത് പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തില് ഈ കോവിഷീൽഡ് എടുത്തതിന് ശേഷം സംഭവിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും D-ഡൈമർ ടെസ്റ്റ് പിന്നെടുത്തു, കാരണം ഈ ബ്ലഡ് ക്ലോട്ടിന്റെ ലെവല് അറിയാനായിട്ട്. അതുകൊണ്ട് ഞാൻ കാണുന്ന ചെറുപ്പക്കാരോടൊക്കെ പ്രത്യേകിച്ച് പറയാറുണ്ട്,
നമ്മൾ അതിനുശേഷം കോവിഷീൽഡ് എടുത്തെങ്കിൽ തീർച്ചയായിട്ടും ഡൈമർ ടെസ്റ്റ് എടുക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ അതുപോലെ മാഡം ഈ റെഗുലറായിട്ട് നമ്മളെ ബിപിയുടെ ടാബ്ലറ്റ്സ് കഴിക്കുന്നത്, ബിപിയുടെ മെഡിസിൻ നമ്മളിപ്പോ രാവിലെ മിസ് ചെയ്ത ഉച്ചയ്ക്കായാലും എടുത്താൽ മതി. കാരണം അത് ഒരു 24 hours എടുക്കാതിരുന്ന BP ഷൂട്ട് ചെയ്താലും പ്രോബ്ലം അല്ലേ. ഏതെങ്കിലും മീൻസ് എപ്പോഴും ഒരേ സമയം തന്നെ എടുക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇൻ കേസ് മറന്നുപോയാലും ഉച്ചയ്ക്ക് വൈകുന്നേരം എടുത്താലും മതി. പിന്നെ BP മോണിറ്റർ വീട്ടിൽ വെക്കുക. അപ്പൊ ഇടയ്ക്ക് നോക്കാലോ. അടുത്തത് അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് വെൺമണി. ഡോക്ടർ, ഈ പൾമിനറി എഡിമ ഉള്ള ആള്, ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആകുന്ന ആള്, ഹൈ ഷുഗർ ഉള്ള ആൾ, ഈ ആൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത? ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആയിട്ടുള്ള ആൾക്ക് സ്ട്രോക്ക് വരാൻ ഹൈ ചാൻസ് ആണ്. ഹാർട്ടിന്റെ ഇടിപ്പിന്റെ ഇറഗുലാരിറ്റി കാരണം ക്ലോട്ട് ഫോം ചെയ്യും. ക്ലോട്ട് തെറിച്ച് പോവും. അത് സ്ട്രോക്ക് ഉണ്ടാക്കും. പിന്നെ പൾമനറി എഡീമ ഉണ്ടാക്കുമെന്ന് പറയുന്നില്ല. പൾമനറി എഡീമ ഹാർട്ടിന്റെ ഫംഗ്ഷനെയാണ് കാണിക്കുന്നത്. ഹാർട്ടിന്റെ ഒരു ബ്ലഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുമ്പോഴാണ്, ഹാർട്ടിന്റെ ഫംഗ്ഷൻ കുറയുമ്പോഴാണ് ഈ പുറത്തേക്ക് ലങ്സിലേക്ക് നീര് വരുന്നത്. അതാണ് പൾമനറി എഡീമ. അത് ഹാർട്ടിന്റെ ഫംഗ്ഷനെയാണ് കാണിക്കുന്നത്. അത് സ്ട്രോക്കുമായിട്ട് ബന്ധമില്ല. ഷുഗർ കൂടുമ്പോൾ ഡെഫിനറ്റ്ലി രക്തത്തില് ക്ലോട്ട് വരും. അടുത്ത ചോദ്യം ഞാൻ തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം, ഈ രക്തത്തില് ചിലരുടെ രക്തം തിന്നായിരിക്കും, ചിലരുടെ തിക്കായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് ഈ രക്തം ഇങ്ങനെ തിക്കായി പോകാനും അല്ലെ ക്ലോട്ട് വരാനുമായിട്ടും, അങ്ങനെ ഈ ഡിഫറൻസ് വരാനുള്ള കാരണം ജനിതകമായ ഘടന. ഒരു വീട്ടിൽ തന്നെ രണ്ടുപേർക്ക് ഒരേ ജീനുകളിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്ക് രണ്ട് രീതി കണ്ടിട്ടുണ്ട്. അപ്പം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ബ്ലഡ് അധികമായിട്ട് ക്ലോട്ട് ആകാതെ ഇരിക്കുവാനായിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻസ് വല്ലതും ഉണ്ടോ? അതിനെപ്പറ്റി ഒന്നാമത്തെ ചോദ്യം. അത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ചോദ്യം കൂടെ ഉണ്ട്. തിന്നും തിക്കും ബ്ലഡ് നമ്മൾ അത് എങ്ങനെയാണത് ക്യാരക്ടറൈസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ബ്ലഡ് ക്ലോട്ട് ആകുന്നതിന് കാരണം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്. അത് ക്ലോട്ടിങ്ങിന്റെ പ്രോബ്ലം നമ്മുടെ ബ്ലഡിൽ വരുന്നതുകൊണ്ടാണ്. നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ലിവറിൽ നിന്ന് വരാം. അപ്പൊ ലിവറിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വരാം. പിന്നെ കുറച്ച് കിഡ്നിയുടെ കൺട്രോൾ ഉണ്ട്. പിന്നെ അപ്പൊ നമുക്ക് ആ ഒരു ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൽ നിന്നുള്ള പ്രോബ്ലം കാരണമാണ് നമുക്ക് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ അത് ജനിതകമായിട്ടുള്ള റീസൺസ് ഉണ്ട്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ട്, നമ്മുടെ ടെൻഷൻ, ഞാൻ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും അതിൽ വരും. അതുകൊണ്ട് ഒരു വീട്ടിലെ എല്ലാവർക്കും സ്ട്രോക്ക് വരണമെന്നില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരാൾക്ക് വരാം, ഒരാൾക്ക് വരില്ല. കാരണം ഇത്രയും ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട്. ചിലര് എക്സസൈസ് ചെയ്യുന്നവരായിരിക്കാം, ചിലര് ചിലപ്പോൾ ജനറ്റിക് അത്രയും ടെൻഡൻസി ഉള്ളവരായിരിക്കില്ല. അങ്ങനെ ചിലരുടെ ശരീരത്ത് ഇങ്ങനെ ചില സമയങ്ങളില് നമ്മള് കാലിലും കയ്യിലും അവിടെ ഇവിടെയൊക്കെ ക്ലോട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറുത്ത് കിടക്കുന്നതായിട്ട് കാണാം. കുറച്ച് കഴിയുമ്പോൾ കുറെ നാളുകൾക്ക് ശേഷം അത് മാറും, പിന്നെയും വരും. ഇങ്ങനെ കാണുന്ന അത് എന്ത് പ്രതിഭാസമാണ്? ഈ ക്ലോട്ടിങ്ങിന്റെ അബ്നോർമാലിറ്റി തന്നെയാണ്. പ്ലേറ്റ്ലെറ്റിന് ഉണ്ടാകുന്ന അബ്നോർമാലിറ്റി കാരണമാണ് അതുപോലെ വരുന്നത്. അത് ചില ആൾക്കാർക്ക് പ്ലേറ്റ്ലെറ്റ് വളരെ തിന്നായിരിക്കും. അത് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. അത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ പ്രോബ്ലം കാരണം വരുന്നത്. അത് എന്ത് ആണ് കാരണം എന്ന് ശരിക്കും ഐഡന്റിഫൈ ചെയ്ത് ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് വരാതിരിക്കാൻ നോക്കാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ. നമ്മൾ ഈ സ്ട്രോക്ക് ഒരു നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു രോഗം തന്നെയാണ്. അങ്ങനെ ആവുമ്പോഴേ അതിന് പ്രിക്കോഷൻസ് ആയിട്ട് വല്ല മെഡിസിൻസോ വല്ല വൈറ്റമിൻസോ എന്തെങ്കിലും അതിനൊരു റെമഡി ആയിട്ട് ഉള്ള സാധനങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് റെമഡി ആയിട്ട് മെഡിസിൻ ഒന്നുമില്ല. നമ്മൾ പക്ഷേ ഈ MRI എടുക്കുന്ന ടൈമില് അതില് സ്മോൾ വെസൽ ഡിസീസ് എന്ന് പറയും. അതായത് ഈ വലിയ രക്തക്കൊഴലി ക്ലോട്ട് വരുന്നതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ രക്തക്കൊഴലി, വളരെ ചെറിയ രക്തക്കൊഴലി ക്ലോട്ട് വന്ന ഡോട്ട് പോലെ MRIയിൽ കാണും. അപ്പൊ അത് കാണുമ്പോ നമ്മൾ അതിന്റെ ഗ്രേഡ് അനുസരിച്ച് എക്കോസ്പിരിൻ എന്ന് പറയുന്ന മെഡിസിൻ കൊടുക്കാറുണ്ട് ക്ലോട്ട് വരാതിരിക്കാനായിട്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ലൈഫ് സ്റ്റൈല്, എക്സസൈസ്,
പിന്നെ വെയിറ്റ് റിഡക്ഷൻ, മറ്റേ ആൽക്കഹോള്, ഡ്രഗ് ഇൻടേക്ക് കുറയ്ക്കുക, ഹോർമോൺ പിൽസ് യൂസ് കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, BP ഷുഗർ കൺട്രോൾ ചെയ്യുക, സ്മോക്കിംഗ് കുറയ്ക്കുക, അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുക. ഈ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതെങ്കിലും ഫുഡിന് ഈ സ്ട്രോക്ക് വരുത്താനുള്ള സാധ്യത കൂടുതലുള്ള ഫുഡുകൾ വല്ലതും ഉണ്ടോ? സാധാരണ ഉപയോഗിക്കുന്ന ഫുഡുകൾ വറുത്തതും പൊരിച്ചതും പിന്നെ യൂസ് ചെയ്ത എണ്ണ വീണ്ടും യൂസ് ചെയ്യുക. നമ്മുടെ വീടുകളിൽ അങ്ങനെ ചെയ്യില്ല, പക്ഷെ പുറത്തെ റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കുന്നത് മിക്കവാറും അങ്ങനത്തെ ഓയിലായിരിക്കും. പിന്നെ കുറച്ച് ഈ പിസ്സ അതിലൊക്കെ ഉള്ള കുറച്ച്, പിന്നെ അജിനോമോട്ടോ, ചില ബിരിയാണിയിലൊക്കെ ഇടുന്ന അജിനോമോട്ടോ, പിന്നെ ഈ ചിലപ്പോൾ നമ്മൾ ഹോട്ടൽസിലായാലും അല്ലെങ്കിൽ കോൺഫറൻസസിലായാലും പോകുമ്പോൾ കഴിക്കുന്ന ഫുഡ്, അതൊക്കെ സ്ഥിരം കഴിക്കുവാണെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. അതായത് നമ്മുടെ ഈ ബ്രെയിൻ സെല്ലുകള്, ന്യൂറോൺ എന്നൊക്കെ ആയിരിക്കും മെഡിക്കൽ പദങ്ങള്, ഒരിക്കൽ ഡാമേജ് ആയാൽ അത് പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യതയുണ്ടോ? അത് പെർമനന്റ്ലി അത് ഡാമേജ് ആയി പോകുമോ? സെല്ലുകളിനെ പുതിയ റീജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം. ഉണ്ട്, ന്യൂറോൺസ് റീജനറേറ്റ് ചെയ്യാറുണ്ട്. ഏജ് അനുസരിച്ചാണ്. 50 വയസ്സ് കഴിയുമ്പോൾ റീജനറേഷൻ കപ്പാസിറ്റി കുറയും. 50 വയസ്സിന് താഴെയാണെങ്കിൽ അത് നന്നായി റീജനറേറ്റ് ചെയ്യും. അത് റീജനറേറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് അഡാപ്റ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് നമ്മുടെ മസിൽസിനെ ബലപ്പെടുത്തിയാണ്. പക്ഷെ ബ്രെയിനിലുള്ള ഇത് റീജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ഒരു ടൈം കൊടുക്കണം. ബ്രെയിനിന് തന്നെ കുറച്ച് ടൈം കൊടുക്കുക. അതിനായിട്ടുള്ള മെഡിസിൻസ് ഇല്ല. അത് സ്വന്തമായിട്ട് അഡാപ്റ്റ് ചെയ്ത് അത് സ്വന്തമായിട്ട് ന്യൂറോൺസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഫർദർ ഡാമേജ് വരാതിരുന്ന് നോക്കിയാൽ പുതിയ ന്യൂറോൺസ് വരും. എന്നാൽ 50 വയസ്സിന് ശേഷമാണെങ്കിൽ പുതിയ ന്യൂറോൺസ് വരുന്നതിന്റെ സമയം ഭയങ്കരമായിട്ട് ഡിലേ ആവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്തത് വിജയകുമാരി. സ്ട്രോക്ക് വന്നിട്ട് 3 വർഷം വരെയായി. അപ്പം ഹസ്ബൻഡിനെ കൊണ്ടുപോയത് ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷം ഞങ്ങളിപ്പം ശ്രീത്രയിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രീറ്റ്മെന്റ്. അപ്പം പുള്ളിയുടെ കഴുത്ത് ഇങ്ങനെ ചരിഞ്ഞ് ഷോൾഡറിൽ കിടപ്പുണ്ട്. പിന്നെ വലത് കൈ ഒന്ന് കുഴഞ്ഞ് തൂങ്ങി അങ്ങനെ കിടക്കണം. അപ്പം അവിടെ കൊണ്ട് ചെന്നതിന് ശേഷം ഡോക്ടർ അവിടെ അഡ്മിറ്റ് ആക്കി. അങ്ങനെ ഒരു 10 ഇഞ്ചക്ഷനൊക്കെ എടുത്തായിരുന്നു. 10 ഇഞ്ചക്ഷൻ എടുത്ത് അഡ്മിറ്റൊക്കെ ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോഴും അവിടുത്തെ ട്രീറ്റ്മെന്റ് തന്നെയാണ്. അപ്പം എങ്കിലും പുള്ളിക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം പുള്ളിയുടെ സംസാര ഒരു ഇത് അതിനുള്ള ആ ഒരു ഇതില്ല. സംസാരമൊക്കെ ഇച്ചിരി കുഴഞ്ഞ് വ്യക്തമായിട്ടുള്ള ആ ഒരു സംഭാഷണം പുറത്ത് വരുന്നില്ല. പിന്നെ തലയൊക്കെ ഒന്ന് നിവർന്നിട്ടുണ്ട്. ഷോളറിൽ കിടന്ന കഴുത്തെല്ലാം നിവർന്നിട്ടുണ്ട്. കൈയിൻ്റെ ആ ഒരു ആട്ടമൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ കുറച്ചൊക്കെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. ഇപ്പം പുള്ളിക്ക് നടക്കാൻ പറ്റുന്നില്ല. കാലിനൊക്കെ ഒരു ശക്തി കുറവ്. അതെല്ലാം ഈ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അത് പുള്ളിക്ക് തോന്നുന്നതാണോ എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും സംസാരത്തിന് ഒരു ഇതുമില്ല, കുഴഞ്ഞുള്ള സംസാരം, ആ വാക്കുകൾ വ്യക്തമായിട്ടൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഫുഡെല്ലാം വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്, കുളിപ്പിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ 3 വർഷമായി എന്നാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്ന് പറയാം. അപ്പൊ ഡോക്ടർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു സർജറി വേണം. അങ്ങനെ സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പിന്നെ ഇതില് നമ്മളെ പിന്നെ മയക്കുന്ന സമയത്ത് പുള്ളിക്ക് ഉണരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് അത് വേണ്ട എന്നുള്ള രീതിയിലാണ്, ഇങ്ങനെ പോട്ടെ എന്നുള്ളതാണ്. അപ്പം അത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു സംസാര ശേഷി കുറഞ്ഞതും നടക്കുന്നതിനുള്ള ആ ഒരു ശക്തി കുറഞ്ഞത് എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു മാഡം. ഇഞ്ചക്ഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടോ എന്താണെന്ന് അറിയില്ല. അവർ കൊടുത്ത എന്ത് ടൈപ്പ് ഓഫ് ഇഞ്ചക്ഷൻ ആണെന്ന് അറിയത്തില്ല. അപ്പം പിന്നെ സംസാരശേഷിയും നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്ട്രോക്ക് വന്നതുകൊണ്ടല്ലേ. സ്ട്രോക്ക് വരുമ്പോൾ ഡാമേജ് വരില്ലേ ബ്രെയിനിന്. അപ്പോഴ ആ ഒരു ഏരിയ, സംസാരത്തിന്റെ ഏരിയയിലായിരിക്കും ഡാമേജ് വന്നിട്ടുണ്ടാവുക. പിന്നെ ഈ കൈയും കാലും കൺട്രോൾ ചെയ്യുന്ന ഏരിയയിലായിരിക്കും ഡാമേജ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് സംസാരവും നമ്മുടെ കൈകാലിൽ തളർച്ചയുള്ളത്. പിന്നെ കൂടുതലും നമ്മൾ ആ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഫിസിയോതെറാപ്പി ചെയ്യണം. ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴാണ് ആ മസിൽസ് ആക്ടിവേറ്റ് ചെയ്ത് മൂവ്മെന്റിന്റെ ഒരു ഇതിൽ വരുന്നത്. പക്ഷെ നല്ലൊരു ഡാമേജ് ആണ് വന്നതെങ്കിൽ എത്ര ഫിസിയോ കൊടുത്താലും നമുക്കൊരു പരിധിക്കപ്പുറം നമുക്ക് മൂവ്മെന്റ് കിട്ടത്തില്ല. അത് ആ ഒരു സമയമാണ് ഇമ്പോർട്ടന്റ്. നിങ്ങളെ കറക്റ്റ് 4.5 മണിക്കൂറിനുള്ളിൽ അനന്തപുരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ ഇഞ്ചക്ഷൻ തന്നേനെ. അപ്പൊ ഈ ഡാമേജ് ഇത്രയും കുറഞ്ഞേനെ.
അതിനു മുമ്പേ കൊണ്ട് ചെന്നായിരുന്നു. ആ പറഞ്ഞ ഡേറ്റിന് എന്നെ അല്ല ആ ടൈമിനെ കൊണ്ട് ചെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറിന് മുൻപേ നമ്മൾ എത്തിച്ചു എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് കഴിഞ്ഞിരുന്നുവെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കുമായിരുന്നു പറഞ്ഞ്. പക്ഷെ അരമണിക്കൂറിന് മുൻപേ ഞങ്ങൾ എത്തിച്ചു. ഈ പറഞ്ഞ മാഡം പറഞ്ഞ സംസാരത്തിൽ ആ 4 മണിക്കൂറിന് ഇടയ്ക്കുള്ള ആ ടൈമിന് മുമ്പേ ഞങ്ങൾ കൊണ്ട് എത്തിച്ചായിരുന്നു. നല്ല അതുകൊണ്ട് രീതിയിലൊരു ഡാമേജ് വന്നിട്ടുണ്ടാവും. അപ്പം പെട്ടെന്ന് അതെ തന്നെ ഡാമേജ് ബ്രെയിനിന്റെ ഒരു ഹാഫിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവും. നമ്മളെപ്പോഴും ആ ഡാമേജ് വരുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ പറ്റൂ. ഈ സമയം എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേറ്റ് ആയിരിക്കും നമ്മൾ 4.5 മണിക്കൂർ എന്ന് പറയുന്നത്. 4.5 മണിക്കൂറിൽ തന്നെ വലിയൊരു ഡാമേജ് അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെഡിസിൻ കൊടുത്തിട്ടും വലിയ ഫലം കിട്ടത്തില്ല. കോശി ചോദിക്കാം. ഒരു പ്രൊഫൈലാക്സിസ് പോലെ ഈ ഒമേഗ 3 കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഒമേഗ 3 ക്യാപ്സ്യൂൾസ് ഒരു പ്രൊഫൈലാക്സിസ് പ്രശ്നങ്ങളുള്ള വ്യക്തി ആവണമെന്നില്ല. ഒരു പ്രൊഫൈലാക്സിസ് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഓവർ ദി ഇയേഴ്സ് എടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ട്രോക്കിന്റെ പ്രൊഫൈലാക്സിസ് ആയിട്ട് ഒമേഗ 3 റെക്കമെൻഡഡ് അല്ല. ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ബോഡിക്ക് നല്ല ഫാറ്റി ആസിഡ് കിട്ടണമെങ്കിൽ കഴിക്കാം. അതായത് നല്ല ബോഡിക്ക് ആവശ്യമുള്ള ഫാറ്റി ആസിഡിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഒമേഗ 3. അപ്പൊ അതില് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം. പക്ഷെ ഒരുപാട് വർഷം കഴിക്കുന്ന അത്ര റെക്കമെൻഡഡ് അല്ല. മാക്സിമം ഒരു 6 months അങ്ങനെയൊക്കെ ഒരു 1 year അങ്ങനെ കഴിച്ചാൽ. പിന്നെ അത് കഴിച്ചത് കൊണ്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാനും പറ്റില്ല. കെമിക്കൽസ് വന്നിട്ട് എന്തും അമിതമാകുമ്പോ അതിന്റെ കെമിക്കൽസ് ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും, എസ്പെഷ്യലി ലിവറിൽ. അപ്പൊ അത് അമിതമായി കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ മതിയാവും. മാക്സിമം 6 months കൂടുതലൊന്നും എടുക്കാൻ പാടില്ല അല്ലേ? യൂഷ്വലി റെക്കമെൻഡഡ് അല്ല. കണ്ടിന്യൂസ്ലി എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അതിനായിട്ടുള്ള 6 months കൂടുതൽ എടുക്കാൻ പാടില്ല. പിന്നെ ചിലപ്പോ ഈ ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ ഒരു മെമ്മറി ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ ഈ ഡയബറ്റിസ് ഉള്ളവർക്ക് വരുമെന്ന് പറയുന്നത്. അത് ഈ ബ്രെയിനുമായിട്ട് അതിന് ബന്ധമുണ്ടോ? എന്താണ് ഈ ബ്രെയിൻ ഫോഗ്? ഫോഗ് എന്നൊരു കോമൺ ടേം ആണ്. അതൊരു ക്ലൗഡിങ് ഓഫ് സെൻസോറിയത്തിനാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. നമുക്കൊരു ബോധം നോർമലായിട്ട് ഓർത്തെടുക്കാൻ പറ്റില്ല, ഒരു മങ്ങല് പോലെ ബ്രെയിനിന് തോന്നുക, അതാണ്. അപ്പൊ അത് ഒരു കോമൺ ടേം ആണ്. അതിന്റെ അടിയിൽ നമുക്ക് മെഡിക്കൽ ടേംസ് ഒത്തിരി ഉണ്ട്. അപ്പൊ അത് പേഷ്യന്റിനെ കണ്ട് അത് എന്താണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. ബ്രെയിൻ ഫോഗ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്നതാണ്. പക്ഷെ അത് പല കാര്യത്തിന് വരാം. അബോധാവസ്ഥയിൽ പോകുന്നത്, അല്ലെങ്കിൽ സീഷർ വരുന്നതിന്, സ്ട്രോക്ക് വരുന്നതിന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സെൻസോറിയത്തിന്റെ ഡിസ്റ്റർബൻസിനെയാണ് കോമൺ ആയിട്ട് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. ഡയബറ്റീസിന്റെ റിസൾട്ട് മൂലം ഈ മെമ്മറി ലാപ്സസ് ഉണ്ടാകാൻ പറ്റുമോ? ഡയബറ്റിസ് കൂടുവാണെങ്കിൽ രക്തക്കുഴലിൽ ചേഞ്ച് വന്നിട്ട് രക്തത്തിൽ ക്ലോട്ട് വരാം, കുഴലിൽ ക്ലോട്ട് വരാം, അല്ലെങ്കിൽ ബ്രെയിനിന് ചുരുക്കം വരാം. ഇതൊക്കെ ഡയബറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ കൃഷ്ണശ്രീ നല്ല ഭംഗിയായിട്ട് വിഷയം അവതരിപ്പിച്ചു. ഞങ്ങളിൽ പലരുടെയും ഡൗട്ടുകളൊക്കെ മാറി. എല്ലാവരും ഈ കാര്യത്തിൽ കുറെ കൂടെ കോൺഷ്യസ് ആകേണ്ട ഒരു വിഷയമാണ് ഈ സ്ട്രോക്ക് എന്നുള്ളത്. ഇപ്പോൾ കുറെ കൂടെ വ്യക്തമായി. ഡോക്ടറിനോട് ഞങ്ങൾ ഒരു വട്ടം കൂടെ നന്ദി പറയുന്നു.